Ladies and gentlemen, boys and girls, ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് മാഗ്നസ് മീഡിയ പോലെ എഡിറ്റ് ചെയ്യുന്നത് ഇൻ ആഫ്റ്റർ എഫക്ട്സ്. ഫസ്റ്റ് ഞാൻ ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്തു വിത്ത് 9020 ഹൈറ്റ് 1080. ഞാൻ കുറച്ച് ഇമേജസ് ആൻഡ് വീഡിയോസ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ക്യാരക്ടർ ഇമേജ് ആഡ് ആക്കി ടൈം ലൈനിൽ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഞാനൊരു 3D ക്യാമറ ആഡ് ആക്കുകയാണ്. അതുപോലെ നൾ ഒബ്ജക്റ്റ് 3D ക്യാമറയിൽ കാണുന്ന പിക്വിപ്റ്റയിൽ ഞാൻ ഈ നൾ ഒബ്ജക്റ്റിൽ ആഡ് ആക്കി. ഇത് രണ്ടും 3D ആക്കി. അതുപോലെ ക്യാരക്ടർ ഇമേജും 3D ആഡ് ചെയ്തു. ഇനി ഞാനൊരു ഗ്ലിച്ച് വീഡിയോ ആഡ് ആക്കി ടൈം ലൈനിൽ ക്യാരക്ടർ ഇമേജിൻ്റെ ടോപ്പിൽ ആഡ് ചെയ്തു. ഇഫക്ട്സ് ആൻഡ് പ്രീസസിൽ പോയി ടിൻറ്റ് ആഡ് ആക്കി ഗ്ലിച്ച് വീഡിയോയിൽ. മാപ്പ് വൈറ്റ് ടു കളർ ചേഞ്ച് റെഡ് ആക്കി. ഓപ്പോസിറ്റ് കീ ഫ്രെയിം സെറ്റ് ചെയ്തു ഫോർ ഗ്ലിച്ച് വീഡിയോ. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ഓപ്പോസിറ്റ് 0 ആക്കി. ഇനി ഞാൻ ബനാന ഇമേജ് ആഡ് ആക്കുകയാണ്. മേക്ക് 3D സ്കെയിൽ ആൻഡ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഈ ബനാന ഇമേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവച്ചു. നെക്സ്റ്റ് ഞാൻ ഈ ബനാന ഇമേജ് ആൻഡ് ക്യാരക്ടർ ഇമേജ് പ്രീകോം ചെയ്തു. ഇനി സ്കെയിൽ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അത് ബിഗിനിങ് ഓഫ് ദ ടൈം ലൈൻ. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി സ്കെയിൽ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്തു. ഈസി ഈസ് ബോത്ത് കീ ഫ്രെയിംസ്. ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ആക്കി സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ബ്ലഡ് ഡ്രിപ്പിംഗ് ഗ്രീൻ സ്ക്രീൻ വീഡിയോ ആഡ് ആക്കി ടൈം ലൈനിൽ എഫക്ട്സ് ആൻഡ് പ്രീസസിൽ പോയി കീ ലൈറ്റ് ആഡ് ആക്കി. ഈ ഗ്രീൻ സ്ക്രീൻ വീഡിയോയിൽ കളർ പിക്കർ സെലക്ട് ചെയ്ത് ഞാൻ ഈ ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. മേക്ക് 3D. ഇനി ഞാൻ ഇതിൻ്റെ 4 ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ പ്ലേസ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഞാൻ റെക്ടാങ്കിൾ ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ഇതുപോലെ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ചെക്ക് ഇൻവേർട്ടഡ്. അണ്ടർ മാസ്ക് സ്മൂത്ത്നെസ് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്തു. ഈ ബ്ലഡ് ഡ്രിപ്പിംഗ് വീഡിയോ എല്ലാം സെലക്ട് ചെയ്ത് പ്രീകോം ചെയ്യുക. ഇനി ഞാൻ ഇവിടെ പോയി കട്ട് ചെയ്തു. റൈറ്റ് ക്ലിക്ക് ടൈം റീമാപ്പിംഗ്. ടൈം സ്ലൈറ്റ്ലി ഡിക്രീസ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ഫയർ പാർട്ടിക്കിൾസ് ആഡ് ആക്കി ടൈം ലൈനിൽ ഇഫക്ട്സ് ആൻഡ് പ്രീസസിൽ പോയി ടിൻറ്റ് ആഡ് ചെയ്തു. മേക്ക് 3D. ഓപ്പോസിറ്റി ഡിക്രീസ് ചെയ്തു. അതുപോലെ പൊസിഷൻ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൽ ആഡ് ആക്കുകയാണ്. ഇഫക്ട്സ് ആൻഡ് പ്രീസസിൽ പോയി കീ ലൈറ്റ് ആഡ് ആക്കി. കളർ പിക്കർ സെലക്ട് ചെയ്ത് ഞാൻ ഈ കളർ സെലക്ട് ചെയ്തു. മേക്ക് 3D. പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ഇതുപോലെ. ഇനി ഞാൻ ന്യൂ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്തു. റൈറ്റ് ക്ലിക്ക് ന്യൂ സോളിഡ്. ഇഫക്ട്സ് ആൻഡ് പ്രീസസിൽ പോയി ഗ്രേഡിയന്റ് റാമ്പ് ആഡ് ആക്കി. റാമ്പ് ഷേപ്പ് റേഡിയൽ റാമ്പ്. in color black and start color red. റാം സ്കാറ്റർ ഇൻക്രീസ് ചെയ്യുക. ഓഡിയൻസിൻ്റെ ഇമേജ് സെലക്ട് ചെയ്ത് ഞാൻ സ്കെയിൽ സൈസ് ഡിക്രീസ് ചെയ്തു. എഡിഫൈസ് ഓഫീസസ് പോയി മോഷൻ ടൈൽ ആഡ് ആക്കി.
ചെക്ക് മിറർ എഡ്ജസ്, ഔട്ട്പുട്ട് വിഡ്ത്ത് 500. ഓഡിയൻസ് ഇമേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ പോയി 1 വ്യൂ 2 വ്യൂ ആക്കി. ആക്റ്റീവ് ക്യാമറ ടോപ്പ് സെലക്ട് ചെയ്തു. എന്നിട്ട് പൊസിഷൻ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഞാൻ എക്സ്പ്ലോഷൻ വീഡിയോ ആഡ് ആക്കി ടൈം ലൈനിൽ മേക്ക് 3D. ഇനി ഞാൻ ഈ ഗ്ലിച്ച് വീഡിയോയുടെ ഒപ്പാസിറ്റി കീ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഞാൻ നൾ ലെയറിൽ പോയി പൊസിഷൻ ഓപ്പൺ ആക്കി. കീ ഫ്രെയിം സെറ്റ് ചെയ്ത് ഇവിടെ കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി പൊസിഷൻ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. റൊട്ടേഷൻ ഓപ്പൺ ആക്കി സി റൊട്ടേഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി സി റൊട്ടേഷൻ സ്ലൈഡ്ലി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഈസി സോൾ കീ ഫ്രെയിംസ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ഈ ലെയേഴ്സ് എല്ലാം സെലക്ട് ചെയ്ത് ബാക്കി അൺവാണ്ടഡ് പോർഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്തു. ഇനി ഞാൻ ഈ ബേൺ ട്രാൻസിഷൻ വീഡിയോ ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചു. ഫോർ ദ നെക്സ്റ്റ് പാർട്ട് ഞാൻ ഈ ഫ്രെയിം ഇമേജ് ആഡ് ആക്കി ടൈം ലൈനിൽ. അതുപോലെ ഈ ഒരു കിഡ് ഇമേജും ഇതുപോലെ ഫ്രെയിമിൻ്റെ അകത്ത് പ്ലേസ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് റെക്ടാങ്കിൾ ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ഇതുപോലെ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്തു. വീണ്ടും ഞാൻ ആ കിഡ് ഇമേജ് ആഡ് ആക്കി ടൈം ലൈനിൽ സ്കെയിൽ ആൻഡ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇതിൽ ഞാൻ എഫക്ട്സ് പ്ലേസസിൽ പോയി ഗേഷ്യൻ ബ്ലർ ആഡ് ആക്കി. ബ്ലർ റെഡ്യൂസ് 50. നെക്സ്റ്റ് ഒപ്പാസിറ്റി ഓപ്പൺ ആക്കി സ്ലൈഡ്ലി ഡിക്രീസ് ചെയ്തു. ഇനി ഞാൻ ഫയർ പാർട്ടിക്കിൾസ് വീഡിയോ ആഡ് ആക്കുകയാണ്. ബ്ലഡ് മോഡ് സ്ക്രീൻ, പൊസിഷൻ സ്ലൈഡ്ലി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ബേൺ ട്രാൻസിഷൻ ഇവിടെയും ആഡ് ആക്കി. ബാക്കി അൺവാണ്ടഡ് പോർഷൻസ് ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെ ഇതിലും അപ്ലൈ ചെയ്യുക. ഞാൻ ഫോർ ദ തേർഡ് പാർട്ട് ഞാൻ ഈ ഇമേജ് ആഡ് ആക്കി ടൈം ലൈനിൽ മേക്ക് 3D സ്കെയിൽ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഞാൻ എക്സ്പ്ലോഷൻ വീഡിയോ ആഡ് ആക്കി സ്കെയിൽ ഇൻക്രീസ് ചെയ്തു. റെക്ടാങ്കിൾ ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ഇതുപോലെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. മേക്ക് ഷുവർ ഒരു ലേയേഴ്സും സെലക്ട് ചെയ്യരുത്. ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ടെസ്റ്റ് ആഡ് ആക്കി. ടെസ്റ്റ് ആൻഡ് ഷേപ്പ് ലെയർ പ്രീകോം ചെയ്തു. ഞാൻ ഈ ക്യാരക്ടറിൻ്റെ ബാക്കിൽ പ്ലേസ് ചെയ്ത് വെച്ചു.
പൊസിഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു ഓവർ ഹിയർ. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി പൊസിഷൻ റൈറ്റിലോട്ട് പ്ലേസ് ചെയ്ത് വെച്ചു. ടെസ്റ്റ് പൊസിഷൻ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റിലോട്ട് പ്ലേസ് ചെയ്ത് വെക്കുക. ഈസി സോൾവ് കീ ഫ്രെയിംസ് അഡ്വാൻസ് പോർഷൻസ് ഞാൻ ഡിലീറ്റ് ചെയ്തു. For the next part ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സെയിം കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചു. ഫോർ ഫൈനൽ പാർട്ട് എക്സ്പ്ലോഷൻ വീഡിയോ ആഡാക്കി സ്കെയിൽ ഇൻക്രീസ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ ഈ ക്യാരക്ടർ ആഡാക്കി ടൈം ലൈനിൽ സ്കെയിൽ ആൻഡ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഞാൻ ഈ മസിൽ ഫ്ലാഷ് ഗ്രീൻ സ്ക്രീൻ വീഡിയോ ആഡാക്കി ടൈം ലൈനിൽ കീ ലൈൻ സെലക്ട് ചെയ്ത് ഗ്രീൻ സ്ക്രീൻ റിമൂവ് ആക്കി. റൊട്ടേഷൻ ഓപ്പൺ ആക്കി ഈ മസിൽ ഫ്ലാഷിൻ്റെ എന്നിട്ട് ഇതിൽ ഞാൻ തിരിച്ചു വെച്ചു. സ്കെയിൽ ആൻഡ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ടെസ്റ്റ് ആഡാക്കി. ഈ ടെസ്റ്റ് ലെവലിൽ ഞാൻ ഗ്രേഡിയൻ്റ് റാമ്പ് ആഡാക്കി. സ്റ്റാർട്ടർ എൻ കളർ ചേഞ്ച് ചെയ്തു. നള്ളറിൽ പോയി പൊസിഷൻ ഓപ്പൺ ആക്കി എനിക്ക് കീ ഫ്രെയിം സെറ്റ് ചെയ്തു. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി പൊസിഷൻ സ്ലൈഡ്ലി ഇൻക്രീസ് ചെയ്തു. ഫോർ ഫൈനൽ ടച്ചപ്പ് ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ടോപ്പിൽ ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ക്യാരക്ടറിൻ്റെ അവിടെ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ലെയർ കട്ട് ചെയ്ത് വെച്ചു. ഇതുപോലെ എൻ്റെ ഇഫക്ട്സ് പ്ലേസസ് പോയി വിഗിൾ പൊസിഷൻ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ ആഡാക്കി. വിഗിൾ സ്പീഡ് 3 ആൻഡ് വിഗിൾ എമൗണ്ട് 10. ഷേക്ക് എഫക്റ്റ് കിട്ടാനാണ് ഇത് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് ലേഡീസ് ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.